അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി കണ്ടാ. ആ കാണുന്ന എൻട്രൻസ് പോണ്ടിച്ചേരിയാണ്. നമ്മൾ പോണ്ടിച്ചേരിക്ക് കയറാൻ പോവാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് നേരെ പോണ്ടിച്ചേരി. നമ്മൾ പോണ്ടിച്ചേരി ബോർഡ് കടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ പോണ്ടിച്ചേരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പോണ്ടിച്ചേരിയിൽ വന്നപ്പോൾ കണ്ടാ കേട്ടോ, ഇതുപോലത്തെ ഓട്ടോകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ ഉണ്ട് ഇതിൻ്റെ രൂപ വരുന്നത്. ഒരു ബസ് മാതിരി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റാറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ സ്റ്റാറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലത്തെ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിഴങ്ങ് പൊയിങ്ങി വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ഓട്ടോറിക്ഷൻ്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുണ്ട്. മരിച്ചൊരു വ്യക്തിനെ കൊണ്ടുപോകുന്ന ഒരു വിഷ്വലാണ് കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഓപ്പണായിട്ട് എടുക്കാൻ ഒരു ചെറിയൊരു മോശം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തിട്ടില്ല. നല്ല പ്രായമായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ പോകുന്ന റോട്ടിലൊക്കെ പൂക്കൾ വെതറിയിട്ടൊക്കെ ഉണ്ട് കൊണ്ടുപോകാം. ഇത്രയധികം പൂക്കൾ അലങ്കരിച്ചിട്ടുള്ളൊരു വണ്ടിയിലാണ് ഇവർ മരിച്ച വ്യക്തിയെ കൊണ്ടുപോകുന്നത്. നമ്മളെന്നുള്ളത് പോണ്ടിച്ചേരിയാണ് കേട്ടോ. പോണ്ടിച്ചേരി ബീച്ചിലാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് പോണ്ടിച്ചേരി ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ പോണ്ടിച്ചേരി ബീച്ച് എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ സ്റ്റേജ് കാണുന്നുണ്ട്. ആ ഒരു ഏരിയക്ക് ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഗാന്ധിജീൻ്റെ ഒരു സ്തൂപം വരുന്നുണ്ട്. ഈ ഒരു ഏരിയക്ക് ഇതിൻ്റെ മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കൊടിമരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഗാന്ധിജീനെ സെൻട്രലാക്കിയിട്ട് അത്യാവശ്യം സ്തൂപങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇരു സൈഡുകളിലും വാക്കിംഗ് റോഡുകൾ കാണുന്നുണ്ട് കേട്ടോ. വണ്ടി കാര്യങ്ങളൊന്നുമില്ല, നടക്കാനായിട്ടുള്ള റോഡാണ്. വലിയ കോലാഹലങ്ങളൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. നല്ല സൈലൻറ്റ് ബീച്ച്. ബീച്ചിൻ്റെ സ്തൂപത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ലുക്കാണ് കേട്ടോ. പ്രത്യേകിച്ചുള്ള കലാപരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഒരു സിമ്പിൾ ബീച്ച് കേട്ടോ. ബീച്ച് ആണെങ്കിൽ കൂടി ഫുള്ള് പാറക്കെട്ടുകളാണ് കേട്ടോ. ഇറങ്ങാനും കുളിക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. ഒരു ഏരിയയിലായിട്ട് ഓൾഡ് ലൈറ്റ് ഹൗസ് വരുന്നുണ്ട് കേട്ടോ. കുളിക്കാനൊന്നും അലോട്ടില്ല കേട്ടോ. എടുക്കാൻ നോക്കിയപ്പോൾ ഇതുപോലെ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. ചൂടൊക്കെ വളരെ കുറവാണ് കേട്ടോ. നല്ല എൻജോയ് ആയിട്ട് പോവാം. ഏരിയയിലേ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പ്രതിമ കാണുന്നുണ്ട് കേട്ടോ. ഏരിയയിൽ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ആ തലക്കലായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. പോയി നോക്കാം. ഏരിയയിൽ ഇതുപോലെ സ്തൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏരിയക്ക് വരുമ്പോൾ ചെറിയൊരു ജിം പാർക്ക് വരുന്നുണ്ട്. പറഞ്ഞാൽ പാറക്കൂട്ടം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഒരു ഡോറ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഉള്ളിലൊന്നുമില്ല. എന്തൊക്കെ ബോർഡുകൾ കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും മരമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.